പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. ജെറുസലേമിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി പറഞ്ഞു. زندگی برای اونها تلخ خواهد شد بدون تردید. فکر نکنند که زدند و تمام شد. نه، کار رو اونها شروع کردند و جنگ. സമാധാനം നിലനിർത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. This morning, the Secretary General spoke to the Foreign Minister of the Islamic Republic of Iran. They, as you can imagine, discussed the situation created by the events unfolding in the past few hours. The Secretary General reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid at all costs a deadly confrontation that might get out of control. Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the Strip. Yesterday, the Israeli authorities rejected 8 out of 18 attempts made by the UN to coordinate such movements, including efforts to retrieve wheat, flour, and fuel supplies. ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായി യുഎനിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. Last night, the Israeli regime, the most dangerous and terrorist regime in the world, with full intelligence and political support from the United States regime, conducted a series of coordinated and premeditated military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. The overwhelming majority of them civilians, including women and children. Last night, the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear: dismantle Iran's nuclear program, eliminate the architects of its terror and aggression, and neutralize the regime's ability to follow through on its repeated public promise. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുകയാണ്. ഇറാൻ വീണ്ടും ആക്രമിക്കും എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലേക്ക് മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ രാവിലെ മുതൽ ഈ പ്രത്യാക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ബങ്കറിലേക്ക് മാറിയെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പറയുന്നത് ഇറാനിയൻ മിസൈൽ സ്ട്രക്ക് നിയർ ഹോംസ് ഇൻ സെൻട്രൽ ഇസ്രായേൽ, ഇഞ്ചുറിങ് അറ്റ്ലീസ്റ്റ് 10 പീപ്പിൾ. ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അപ്പോൾ വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം? ശ്രീജ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും പലയിടങ്ങളിൽ ഈ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ബങ്കറിനുള്ളിലാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. CNN ന്യൂസ് 18 ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത്. അതേസമയം ഇരുവരും ഇത്തരത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഈ ഇത്തരത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. ഇനിയുള്ള സാഹചര്യം സംബന്ധിച്ച്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ടെൽ അവീവിലാണ് ഇത് സംബന്ധിച്ച
ഇറാന്റെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. അതിൽ പലയിടങ്ങളിലും പല കെട്ടിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. 60 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചത് പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു തങ്ങളുടെ ആക്രമണം നടത്തിയത്. ഒരു തരത്തിലും ജനവാസ മേഖലയെ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇറാൻ തിരിച്ചടിച്ചത് ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഹാനി സംഭവിച്ചിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്, അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ ഇത്തരത്തിൽ പലയിടങ്ങളിൽ, അതായത് ജോർദാൻ അതിർത്തിയിലും സിറിയ അതിർത്തിയിലും ഒക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇറാൻ. അവിടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇസ്രായേൽ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഡ്രോൺ ആക്രമണമാണ് അത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു, 13ഇടങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചതുപോലെ തന്നെ അത് ലക്ഷ്യം കാണാൻ ഇസ്രായേലിന് സാധിക്കുന്നു. തുടർന്ന് ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു. അവിടെയാണ് പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ, അതായത് ഏകദേശം 90% ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. പക്ഷേ ബാക്കിയുള്ളവ നഗരപ്രദേശങ്ങളിലാണ്, ജനവാസ മേഖലയിലാണ് വന്ന് പതിക്കുകയും ചെയ്ത് ഇത് വലിയ നാശനഷ്ടം ഇസ്രായേലിലും ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ നേരത്തെ ഖമനേയി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വെച്ച് നോക്കുമ്പോൾ തന്നെ മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ എന്ന് പറയുന്ന രീതിയിൽ ഇനിയും തുടരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ രണ്ടാം അറ്റാക്ക് നടന്നതിന് ശേഷം വീണ്ടും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ടെഹ്റാനിലെ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിമാനത്താവളം ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യമെമ്പാടും സൈറനുകൾ മുഴങ്ങിയാണ്. ഒരു തരത്തിലും ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. ഏതെങ്കിലും തരത്തിൽ, അതായത് അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ജോർദാൻ, സിറിയ അടക്കമുള്ള യമൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് പ്രധാനമായും ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അവർ ബങ്കറിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, അതിനെ കൃത്യമായി പിന്തുടരുന്ന മാധ്യമപ്രവർത്തക ശ്രീമതി അഞ്ജന ശങ്കർ അബുദാബിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതുപോലെയുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ നേരിട്ട് പോയി റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തക കൂടിയാണ് അഞ്ജന. ഗുഡ് മോർണിംഗ് അഞ്ജന. ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. ഈ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലും അത്തരത്തിലുള്ള ആക്രമണത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കാണോ പശ്ചിമേഷ്യ പോകുന്നത്? നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് യുദ്ധത്തിലേക്ക്, വാറിലേക്ക് നീങ്ങരുത് എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലുള്ള, പശ്ചിമേഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതും അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യം വെച്ച് മിഡിൽ ഈസ്റ്റിലെ വലിയ രണ്ട് ശക്തികളാണ് ഇറാനും ഇസ്രയേലും. ശക്തികളാണെന്ന് മാത്രമല്ല,